ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ഇടമണിൽ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി ഷണ്ടിങ്ങിനിടെയായിരുന്നു അപകടം. CPM കിഴക്കൻ മേഖലാ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഇടതുപക്ഷത്തിൽ തന്നെ ആളുകളുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ. വേനൽ മഴ തുണച്ചില്ല, തെന്മല ഡാമിൽ ജലനിരപ്പ് താഴുന്നു. വാർത്തകൾ വിശദമായി. ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ ഷണ്ടിങ്ങിനിടെ ട്രെയിനിന്റെ എഞ്ചിൻ പാളം തെറ്റി. ശനിയാഴ്ച വൈകിട്ട് 3:30ഓടെയായിരുന്നു സംഭവം. ശനിയാഴ്ച വൈകിട്ട് 3:30ഓടെ ഗുരുവായൂർ ട്രെയിനിന്റെ എഞ്ചിനാണ് ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ ഷണ്ടിങ്ങിനിടെ പാളം തെറ്റിയത്. എഞ്ചിന്റെ മധ്യഭാഗത്തുള്ള 2 വീലുകളാണ് പാളത്തിൽ നിന്നും വിട്ടുപോയത്. തുടർന്ന് കൊല്ലത്ത് നിന്നും മറ്റൊരു എഞ്ചിൻ എത്തിച്ചാണ് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചത്. ട്രെയിനിന്റെ എഞ്ചിൻ പാളം തെറ്റിയതിനെ തുടർന്ന് 1 മണിക്കൂർ വൈകിയായിരുന്നു ട്രെയിനിന്റെ യാത്ര. ട്രെയിൻ പാളം തെറ്റിയതുമായി ബന്ധപ്പെട്ട് റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. 1 മാസം മുമ്പാണ് ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ പാളങ്ങളുടെ പണികൾ പൂർത്തീകരിച്ചത്. ലൈവ് വാർത്ത, തെന്മല. RPL തൊഴിലാളി കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് AITUC നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകി. വിഷയം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C. അജയ് പ്രസാദ് പറഞ്ഞു. RPL എസ്റ്റേറ്റിലെ ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ ആശ്രിതരായ തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് AITUC യൂണിയന്റെ നേതൃത്വത്തിലാണ് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരന് നിവേദനം നൽകിയത്. ജനറൽ സെക്രട്ടറി C. അജയ് പ്രസാദ്, സെക്രട്ടറി PK മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. പട്ടികജാതി വർഗ വകുപ്പ് മന്ത്രി AK ബാലൻ, സ്ഥലം MLA കൂടിയായ വനം വകുപ്പ് മന്ത്രി K. രാജു എന്നിവരോടും വിഷയം അവതരിപ്പിച്ചതായി C. അജയ് പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബഹുമാനായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ, പുനലൂരിന്റെ മന്ത്രിയായിട്ടുള്ള സലാം അഡ്വക്കേറ്റ് K. രാജു, അതുപോലെ ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം കണ്ട് ഞങ്ങൾ നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ നിവേദനം കൊടുക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി ഇതുപോലെ റിപ്പാർട്ടേറ്റുകളായി കർണാടക, തമിഴ്നാട് ഗവൺമെന്റുകൾ അവിടെ റിപ്പാർട്ടികളായി വന്നിട്ടുള്ള ആളുകൾക്ക് ഫാമിലി കാർഡിൽ ജാതി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു മാനദണ്ഡത്തിന്റെ ഓർഡർ കൂടി ഞങ്ങൾ സമാഹരിച്ചുകൊണ്ട് ആണ് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യാമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകിയതായും അജയ് പ്രസാദ് വ്യക്തമാക്കി. RPLലെ 700ഓളം തൊഴിലാളി കുടുംബങ്ങളിൽ ഭൂരിഭാഗവും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ 100ൽ താഴെ കുടുംബങ്ങളുടെ ഫാമിലി കാർഡിൽ മാത്രമാണ് ജാതി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് മാത്രമാണ് ഇപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതും. ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. ഇതേസമയം ഫാമിലി കാർഡിൽ ജാതി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത തൊഴിലാളികൾക്കും തമിഴ്നാട്, കർണാടക സർക്കാരുകൾ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതായി അജയ് പ്രസാദ് ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്, കർണാടക ഗവൺമെന്റുകൾ സ്വന്തം അപേക്ഷ ഫാമിലി കാർഡിൽ ജാതി രേഖപ്പെടുത്താത്ത ആളിന് സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോൾ ആ ആളിന്റെ അഫിഡവിറ്റിയും അതോടൊപ്പം ആ ജാതിയിൽപ്പെട്ട 5 പേരുടെ സാക്ഷ്യപത്രവും കൂടെ കൊടുക്കുമ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. ആ ഓർഡറിന്റെ കോപ്പി കൈവശവും. അപ്പൊ തൽക്കാലത്തേക്ക് RPLലെ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ തൊഴിലാളികളുടെ ജാതി സർട്ടിഫിക്കറ്റിന് ഒരു പരിഹാരമാവുക. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലം തൊഴിലാളികളുടെ കുടുംബങ്ങളിലും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇതൊന്നും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മാനദണ്ഡങ്ങൾ മുൻനിർത്തി കേരളത്തിലെ അഭയാർത്ഥികൾക്കും ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്നാണ് AITUCയുടെ വാദം.
തമിഴ് സെൽവൻ, രമേശ്, പരമശിവം, ധർമ്മലിംഗം, നാഗരാജ് തുടങ്ങിയ തൊഴിലാളി പ്രതിനിധികളും നിവേദനം നൽകാൻ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ലൈവ് വാർത്ത, പുനലൂർ. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ് RPL എസ്റ്റേറ്റിലെ നിരവധി കുടുംബങ്ങൾ. ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭ്യമാകുന്നില്ല. ശ്രീലങ്കയിൽ നിന്ന് 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയവരുടെ പിന്മുറക്കാർക്കാണ് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതിനാൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്ന ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ഇതിന് കാരണം. 1964 സിരിമാവോ ശാസ്ത്രി ഉടമ്പടിയെ തുടർന്ന് ഇന്ത്യയിലേക്ക് വന്ന തമിഴ് വംശജരായ ശ്രീലങ്കൻ അഭയാർത്ഥി കുടുംബങ്ങളാണ് പുനലൂർ ആസ്ഥാനമായി RPL കോളനിയിൽ വർഷങ്ങളായി താമസിച്ചു വരുന്നത്. RPLൽ തൊഴിൽ നൽകിയാണ് അന്ന് സർക്കാർ അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ചത്. അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ ചില കുടുംബങ്ങളുടെ ഫാമിലിക്കാരിൽ മാത്രമേ ജാതി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതേസമയം തമിഴ്നാട്ടിലും കർണാടകയിലും ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ടത്രേ. ഫാമിലി കാർഡിൽ ജാതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടി സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇത്തരത്തിൽ തങ്ങൾക്കും ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്നാണ് RPLലെ ശ്രീലങ്കൻ തമിഴ് തൊഴിലാളികളുടെ ആവശ്യം. ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിഷേധിക്കപ്പെടുമ്പോഴും സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ലൈവ് വാർത്ത, പുനലൂർ. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ സ്കൂൾ വിപണി ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് KJ അലോഷ്യസ് സഹകരണ സ്കൂൾ വിപണി ഉദ്ഘാടനം ചെയ്തു. പൊതുവിപണിയിൽ പഠനോപകരണങ്ങൾക്ക് വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ആശ്വാസകരമായി കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ സ്കൂൾ വിപണി ആരംഭിച്ചത്. കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹകരണ സ്കൂൾ വിപണിയുടെ പ്രവർത്തനം. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KJ അലോഷ്യസ് സ്കൂൾ വിപണി ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളായ K ജോണി, B രാജീവ്, EK സുധീർ, S മോഹനൻപിള്ള, KG ബിജു, K അനിൽകുമാർ, ഷൈജു ഷാഹുൽ ഹമീദ്, മിനി വർഗീസ്, അപർണ, കുഞ്ഞുമോൻ, ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിന്റെ ഹെഡ് ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് സഹകരണ സ്കൂൾ വിപണിയുടെയും പ്രവർത്തനം. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. CPM നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കിഴക്കൻ മേഖലാ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. കഴിഞ്ഞ ദിവസം വൈകിട്ട് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലായിരുന്നു സ്വീകരണം. ചെയർമാൻ രാജഗോപാലൻ സ്വീകരിക്കും. അതിനുശേഷം താഴെ ഇറങ്ങി ആദ്യം LC സെക്രട്ടറിമാർ സ്വീകരിക്കും. ആദ്യം അയാളെ കുഞ്ഞുമോനെ ക്ഷണിക്കുന്നു. P വിജയൻ ഉണ്ണിത്താൻ ചാലക്കോട് കോട്ടലരികം ബ്രാഞ്ചിന് വേണ്ടി സഖാവ് കബീർകുട്ടി, ഷോപ്പ് യൂണിയന് വേണ്ടി സെക്രട്ടറി സഖാവ് നാസർ, ടൗൺ ബ്രാഞ്ചിന് വേണ്ടി നാസർ M, മല്ലമൺ ബ്രാഞ്ചിന് വേണ്ടി രമേശൻ, ടൗൺ കുമളി യൂണിറ്റ് സിയേറ്റിന് വേണ്ടി ഷാജഹാൻ, ടൗൺ മറുപ്പ് യൂണിറ്റ് സിയേറ്റിന് വേണ്ടി അബ്ദുൽ സത്താർ, മനക്കരി യൂണിറ്റിന് വേണ്ടി സിയേറ്റിന് വേണ്ടി സലീം, നേതാജി ബ്രാഞ്ചിന് വേണ്ടി അജി ആന്റണി, അനുബന്ധ മത്സ്യത്തൊഴിലാളി യൂണിയന് സിയേറ്റിന് വേണ്ടി ഹക്കീം. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥ ക്യാപ്റ്റൻ KN ബാലഗോപാലിനെയും ജാഥ അംഗങ്ങളായ സബിത ബീഗത്തെയും K സോമപ്രസാദ് MPയെയും സ്വീകരിച്ചത്. സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി സെക്രട്ടറി ടൈറ്റസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. S രാജേന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു. സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജാഥാംഗങ്ങൾ സംസാരിച്ചു. തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് തിരുവിതാംകൂറിന്റേതായ ബാങ്കായിട്ട് തുടങ്ങി, പിന്നെ കേരളത്തിന്റെ ബാങ്കായതാണ്. ഇവിടെ ഈ 120 വർഷം മുമ്പ് തൂക്കുപാലവും റെയിൽവേയും വരുന്ന കാലം മുതൽ അതിന്റെ പിന്നോട്ടിങ്ങോട്ട് വന്നപ്പോഴേ ഉള്ളതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഏകദേശം 2 ലക്ഷം കോടി രൂപ മലയാളിയുടെ, കേരളീയരുടെ ഡെപ്പോസിറ്റ് നടന്ന ആ ബാങ്ക് നമ്മളാരും അറിയാതെ രാഖി രാമാനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി. എന്ന് പറഞ്ഞാൽ ഈ 2 ലക്ഷം രൂപ എവിടാ കൊടുക്കേണ്ടതെന്ന് ഇപ്പൊ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസിലാണ്. നേരത്തെ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഹെഡ് ഓഫീസിലായിരുന്നു. CPM നേതാക്കളായ S ജയമോഹൻ, MA രാജഗോപാൽ, S ബിജു, അഡ്വക്കേറ്റ് PS ചെറിയാൻ, NB ജോൺ, അഡ്വക്കേറ്റ് P സജി, P വിജയൻ, AR കുഞ്ഞുമോൻ, R സുഗതൻ, വിജയൻ ഉണ്ണിത്താൻ, A പ്രകാശ് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ബാലസംഘം ഏരിയ സെക്രട്ടറി ആഷിഖിനെ ജാഥ ക്യാപ്റ്റൻ KN ബാലഗോപാൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. സാമ്പത്തിക മേഖലയിലും തൊഴിൽ വ്യാപാര മേഖലകളിലും വേണ്ടത്ര മുന്നേറ്റമുണ്ടാകുന്നില്ലെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ. CPM നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കിഴക്കൻ മേഖലാ ജാഥയ്ക്ക് പുനലൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നത്രയും മെച്ചമാവാത്ത തരത്തിലുള്ള പല തീരുമാനങ്ങളും വരുന്നു. ജീവിതത്തിന് നമ്മുടെ സാമ്പത്തിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും വലിയ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുന്നു. അതിനെന്താണ് കാരണം, എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത്.
സാമ്പത്തിക മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. തൊഴിൽ മേഖല തീരെ തൊഴിലില്ലാത്ത അവസ്ഥയുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ദുരിതങ്ങൾ, ഞാൻ പറഞ്ഞ സാമ്പത്തിക മേഖല, തൊഴിൽ മേഖല, അതിനൊപ്പം സാമൂഹികമായ നമ്മുടെ ജീവിതത്തിന്റെ പരസ്പര ബന്ധത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും മതേതരത്വത്തിന്റെയും അന്തരീക്ഷത്തിലെല്ലാം ഉണ്ടാകുന്ന ചോദ്യം ചെയ്യലുകളെല്ലാം നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആ ആശങ്ക പരിഹരിക്കാൻ ജനങ്ങൾ ഒന്നിച്ചു ചേർന്നേ പറ്റൂ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇടപെടണം എന്ന് പറയുന്നതിനാണ് രാഷ്ട്രീയ പ്രവർത്തകർ ശ്രമിക്കേണ്ടത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യത്യാസം ഉണ്ടാവേണ്ടതില്ല. ജീവിതമാണ് പ്രധാനം എന്നതാണ് ഞങ്ങൾ ഈ ജാഥയിൽ പറയുന്നത്. ജീവിതമാണ് പ്രധാനം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ നടക്കുന്നതെന്നും പൊതുജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പൊതുപ്രവർത്തകർ പ്രവർത്തിക്കണമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഇടതുപക്ഷത്തിൽ തന്നെ ആളുകളുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ. തെറ്റുകൾക്കെതിരെ പോരാടാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നും KN ബാലഗോപാൽ തെന്മലയിൽ പറഞ്ഞു. ഇടതുപക്ഷത്തെ തകർക്കാനായിട്ട് എല്ലാ വലതുപക്ഷ ശക്തികളും BJPയും വർഗീയ ശക്തികളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്താൻ ഇടതുപക്ഷത്തിൽ തന്നെയുള്ള ആളുകൾ. ഇടതുപക്ഷത്തിന് നല്ല അംഗീകാരം ഇപ്പോൾ ഉണ്ട്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലാണ് ലോകത്താകെ. അതുകൊണ്ട് ഈ ട്രംപിനെ പോലെയുള്ള ആളുകളുടെയും വലതുപക്ഷക്കാർക്കൊക്കെ എതിരെ ശക്തമായ വികാരം വരുന്നുണ്ട്. തെറ്റുകൾക്കെതിരെ പോരാടാൻ ഇടതുപക്ഷം വേണം. തോട്ടം തൊഴിലാളിക്ക് ആനുകൂല്യം കിട്ടാത്തപ്പോൾ അതിനെതിരെ പോരാടാൻ ഇടതുപക്ഷം വേണം. പട്ടയം കിട്ടാത്ത സാധാരണക്കാരന് പട്ടയം കിട്ടാൻ ഇടതുപക്ഷം വേണം. 100 വർഷമായി പുറമ്പോക്കിലും റെയിൽവേ പുറമ്പോക്കിലും ഡാം പുറമ്പോക്കിലും കിടക്കുന്ന സാധാരണക്കാരന് 8 സെന്റും 5 സെന്റും കിട്ടണമെങ്കിൽ ഇടതുപക്ഷം വേണം. അങ്ങനെ ഇടതുപക്ഷം ഉണ്ടെങ്കിലേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ പോലെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിനെ പറ്റൂ. ചികിത്സാ സഹായം കൊടുക്കാൻ ഇടതുപക്ഷത്തിനെ പറ്റൂ. സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് പറ്റൂ എന്ന വികാരമുണ്ട്. പക്ഷേ ഇവരൊക്കെ പ്രചരിപ്പിക്കുക ഒരു കാര്യം പറയും, CPM അല്ലേ ഇടതുപക്ഷം. CPM-ന് ഇടതുപക്ഷം അത്ര പോരാ. G. Santosh Kumar, Sujata, Rajesh, Vijay, KP Arjunan, ASKTU, Rajendra Nayak, Katra Sangat, Chalapamula, NJ Rajan,
സഖാവ് ജി ബാബു, സഖാവ് സലീം, സഖാവ് കലാകുമാരി മഹിളാ അസോസിയേഷൻ, സഖാവ് ചെല്ലത്തറി, സഖാവ് വിലാസിനി നാരായണൻ, സഖാവ് ലൈലജ ബീവി, സഖാവ് അനിരുദ്ധൻ, സഖാവ് ജി ബിജു, സഖാവ് രമേശൻ നായർ, സഖാവ് അയ്യപ്പൻ. CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ നയിക്കുന്ന കിഴക്കൻ മേഖലാ ജാഥ ശനിയാഴ്ച തെന്മലയിൽ നിന്നാണ് ആരംഭിച്ചത്. അഡ്വക്കേറ്റ് സബിത ബീഗം, R ബിജു, MP K സോമപ്രസാദ് എന്നിവരാണ് ജാഥ അംഗങ്ങൾ. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ആണ് ജാഥ മാനേജർ. തെന്മലയിൽ നടന്ന യോഗത്തിൽ സംഘാടക സമിതി സെക്രട്ടറി VS മണി അധ്യക്ഷനായി. CPM പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രാനന്ദൻ സ്വാഗതം പറഞ്ഞു. CPM നേതാക്കളായ S ബിജു, അഡ്വക്കേറ്റ് PS ചെറിയാൻ, R ശ്രീനിവാസൻ, R സുരേഷ്, R പ്രദീപ്, ചന്ദ്രൻ മത്തായി, അഡ്വക്കേറ്റ് രാജൻ, R ലൈലജ എന്നിവർ സംസാരിച്ചു. കേന്ദ്രം വെട്ടിക്കുറച്ച അരി, പഞ്ചസാര, മണ്ണെണ്ണ വിഹിതം പുനഃസ്ഥാപിക്കുക, തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, വർഗീയവൽക്കരണത്തെ ചെറുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കിഴക്കൻ മേഖലാ ജാഥ നടന്നുവരുന്നത്. മെയ് 18-ന് പത്തനാപുരത്ത് നിന്നും ആരംഭിച്ച ജാഥ 24-ന് സമാപിക്കും. ലൈവ് വാർത്ത തെന്മല. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചു. ചടങ്ങ് പുനലൂർ നഗരസഭ ചെയർമാൻ M. A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വരുന്ന ഒരു 2-3 വർഷക്കാലം കൊണ്ട് നമ്മുടെ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പങ്കെടുക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇന്നിപ്പോ നമ്മളൊരു ഡ്രാഫ്റ്റ് DPR ആയിരിക്കും ഹാബിറ്റാറ്റ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ N. റമീല ബീബി സ്വാഗതം പറഞ്ഞു. ഹാബിറ്റാറ്റ് പ്രതിനിധി നവീൻ ലാൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ ഘടന വിവരിക്കുന്ന പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ്, വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ തിലകൻ, ടൈറ്റസ് സെബാസ്റ്റ്യൻ, PS ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രഥമ അധ്യാപിക KS വിക്ടോറിയ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിലെ നെടുങ്കയം വാർഡിൽ ADS വാർഷികം പേപ്പർമിൽ UP സ്കൂളിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ സ്കൂളിൽ നടന്ന പൊതുസമ്മേളനം നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്ത്രീകൾ മറ്റാരുടെയെങ്കിലും അടികൊള്ളേണ്ടവരല്ല. അവർ ആത്മാഭിമാന ബോധത്തോടുകൂടി ഒരു കുടുംബത്തെ നയിച്ചുകൊണ്ട് പോകേണ്ട ആളുകളാണ് എന്ന ഒരു പദവി സ്ത്രീകൾക്ക് കേരളത്തിൽ ഉണ്ടായി വന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്തോന്നറിയോ? കൂട്ടുവാൻ വാർഡ് കൌൺസിലർ സാബു അലക്സ് അധ്യക്ഷനായി. ADS ചെയർപേഴ്സൺ ജ്യോതിർനിസ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി റൂബികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുഭാഷ് ജി നാഥ്, ലളിതമ്മ, ബീഗം ഷെറീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരുപ്പ് വാർഡിൽ അംഗൻവാടിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ നിർവഹിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരുപ്പ് 2-ാം വാർഡിൽ പ്രവർത്തിച്ചിരുന്ന 62-ാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഗണിച്ച് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണിയുന്നതിന് തീരുമാനിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ 15 ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനമായത്. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ നിർവഹിച്ചു. ഏറ്റവും കുറഞ്ഞത് 3 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അംഗൻവാടി കെട്ടിടം പണിയാൻ പറ്റൂ. അങ്ങനെ സാധാരണഗതിയിൽ ഇപ്പോൾ ആരും വസ്തു കൊടുക്കാൻ തയ്യാറുമില്ല. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലൊരു പൊതുസ്ഥാപനത്തിന് വേണ്ടി വസ്തു കൊടുക്കാൻ കഴിയത്തുള്ളൂ. അദ്ദേഹം ഈ പറഞ്ഞ അംഗൻവാടി മാത്രമല്ല, നിരവധിയായ സ്ഥാപനങ്ങൾ, നമ്മുടെ ഇടത്തറ മൂവ്മെന്റ് സ്കൂളുണ്ട്, മുസ്ലിം LPS ഉണ്ട്, തുടങ്ങിയുള്ള നിരവധിയായ സ്ഥാപനത്തിന് നേരത്തെ കുറച്ച് വസ്തുവുള്ള ആളാണ് കുടുംബപരമായി. എങ്കിലും അത് വിട്ടുകൊടുക്കാനുള്ള സന്മാസത കണ്ടിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങനെ വന്നു. അങ്ങനെ ആ സ്ഥാപനം വരുമ്പം സ്വാഭാവികം അന്ന് ലഭ്യമായ ഫണ്ട് കൊണ്ട് മാത്രമല്ല ബിൽഡിംഗ് പണിയുന്നത്, അദ്ദേഹം അതിന് ഫണ്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പം ഇത്തരത്തിൽ പഴകിയ ആ സ്ഥാപനം മാറ്റി പുതിയൊരു കെട്ടിടം നിർമ്മിക്കാൻ കാരണമായത് തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ്.
തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ അതിൽ അദ്ദേഹത്തോട് കുഞ്ഞുങ്ങളുടെ ഒരു സംരക്ഷണ കേന്ദ്രമായിട്ടാണ് അംഗൻവാടികളെ കാണുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു 2-3 വയസ്സാകുന്ന മുതലേ കുട്ടി നന്നായി പഠിച്ചോളാം എന്നൊരു വാശിയുള്ളതിന്റെ പേരിലാണ് അംഗൻവാടിയിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ അവിടെ പഴയ കാലത്തൊക്കെ അത്യാവശ്യം പാട്ടും ഡാൻസും പരിപാടിയൊന്നും അക്ഷരം പഠിപ്പിക്കുന്ന പണ്ടില്ലായിരുന്നു അംഗൻവാടി ഉണ്ടായിരുന്നു ഇല്ല. ഇപ്പൊ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ അംഗൻവാടി പോലും ഒരു കാര്യവുമില്ല എന്ന് രക്ഷാകർത്താക്കൾ പലരും പറഞ്ഞതാണ്. 3 വയസ്സെല്ലാം കുറച്ച് കാര്യം കാര്യം മുമ്പത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ പറയുമ്പോൾ നന്നായി എഴുതിയൊക്കെ ചെയ്തില്ല എങ്കിൽ രക്ഷാകർത്താക്കൾ അംഗൻവാടി പോയിട്ട് ഗുണമൊന്നുമില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് അംഗൻവാടി ഭാഷ പഠിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം എസ് നജ്മിനിസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ്.എം. ഷെരീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം സൈനുല്ലാദ്ദീൻ, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിഖ് സാഹിബ്, എം അബ്ദുൾ റഹ്മാൻ, എം അബ്ദുൾ കരീം, എച്ച് സലാവുദ്ദീൻ, എസ് ദിലീപ്, സവാദ്, CPI മണ്ഡലം സെക്രട്ടറി എം ജിയാസുദ്ദീൻ, എസ് അബറുല്ലാഖാൻ, അംഗൻവാടി ടീച്ചർ സഫിയ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ വിളക്കായി മാറണമെന്ന് മുൻ MLA അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ബാലജന സഖ്യത്തിന്റെ പഠന ക്യാമ്പ് ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്നും സഹജീവികളിൽ നിന്നും അകന്നു നിൽക്കുന്ന തലമുറയെ അല്ല, സമൂഹത്തോട് ചേർന്നു നിൽക്കുന്ന തലമുറയെയാണ് പുത്തൻ കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്ന് മുൻ പത്തനാപുരം MLAയും CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ കെ പ്രകാശ് ബാബു പറഞ്ഞു. ബാലജന സഖ്യം പഠന ക്യാമ്പ് ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഭാവിയുടെ ഭാഗധേയം തീരുമാനിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളെയും വാർത്തെടുക്കാൻ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ബാലജന സഖ്യം. സഖ്യത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തികളായി അവരെ വളർത്തിയെടുക്കുന്നതിനും നമുക്ക് കഴിയുകയും ചെയ്യും. ഇന്ന് മനുഷ്യന് കൈമോശം വന്നിട്ടുള്ള നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്ന അഭിപ്രായം ഉള്ളൊരാളാണ്. മനുഷ്യനായി ജനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. മനുഷ്യത്വം കൈവിടാതെ ജീവിക്കുന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമുക്ക് ആർക്കും ജനിക്കാനൊക്കെയില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞായി പിറന്നു വീഴുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പക്ഷെ നമ്മൾ നല്ല വാശിയോടുകൂടി തീരുമാനമെടുത്താൽ നല്ല മനുഷ്യനായി മരിക്കാൻ നമുക്ക് കഴിയും. ജനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല മനുഷ്യനായി മരിക്കാൻ നമുക്ക് കഴിയും. അതിന് കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ അറിയണം. എങ്ങനെയാണ് മനുഷ്യൻ ഇന്നത്തെ നിലയിലെത്തിയത് എന്നുള്ളത് അറിയണം. എല്ലാത്തിനുപരിയായി മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. സ്വന്തം ജീവിതത്തോട് മാത്രമല്ല സഹജീവികളുടെ ജീവിതത്തോടുകൂടി പ്രതിബദ്ധതയുള്ളവരായി തീരാൻ പുതുതലമുറയ്ക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ R. പത്മഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാലജന സഖ്യം രക്ഷാധികാരി മീര R. നായർ ചടങ്ങിൽ പ്രാർത്ഥനാഗീതം ആലപിച്ചു. ഹരിപ്പാട് ചിങ്ങോലി ശിവപ്രഭാകര സിദ്ധയോഗീശ്വര ആശ്രമം മഠാധിപതി സ്വാമിനി രമാദേവിയമ്മ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രശസ്ത യോഗാചാര്യൻ പ്രവീൺ ശർമ്മ യോഗ പരിശീലനം നിർവഹിച്ചു. മാനസിക ആരോഗ്യം വിദ്യാഭ്യാസത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അമ്പിളി ബാലചന്ദ്രൻ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് നവാബ്, അധ്യാപക അവാർഡ് ജേതാവും ബാലജന സഖ്യം രക്ഷാധികാരിയുമായ PA സജിമോൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഭാനുപ്രസാദ്, കവയത്രി പൊൻരാജി, PRNM പ്രിൻസിപ്പൽ ഇസ്മയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകനായ അമ്പലക്കര ജോസ് ഉൾപ്പെടെ പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബാലജന സഖ്യം ഭാരവാഹികളായ അനുഷ വസുന്ധരൻ, ക്രിസ്റ്റോ, ആദർശ്, ശ്യാംലാൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG, ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. തെന്മല ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. ഇടവിട്ട് പെയ്ത വേനൽ മഴയും ഡാമിനെ തുണച്ചില്ല. ഇടവിട്ട് പെയ്ത വേനൽ മഴയും കനിയാതായതോടെ തെന്മല ഡാമിലെ ജലനിരപ്പ് 87 മീറ്ററായി താഴ്ന്നു. ഇതോടെ തെന്മല പരപ്പാർ ഡാമിലെ ഉല്ലാസ ബോട്ട് സവാരിയും അധികൃതർ നിർത്തിവെച്ചു. എർത്ത് ഡാമിൽ നിന്നാണ് ഉല്ലാസ സവാരി നടത്തിവന്നത്. ഈ ഭാഗത്ത് ക്രമാതീതമായി ജലനിരപ്പ് താഴുകയായിരുന്നു. പല സ്ഥലങ്ങളിലും ജലത്തിന്റെ അടിത്തട്ട് കണ്ടു തുടങ്ങി. ഇതോടെ ബോട്ട് സവാരി അസാധ്യവുമായി. മൺതിട്ടകളിൽ ബോട്ട് പുതഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാലാണ് ബോട്ട് സവാരി അധികൃതർ നിർത്തിവെച്ചത്. റെക്കോർഡ് വേഗത്തിലാണ് ഡാമിൽ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിത്തട്ടുകൾ ദിനംപ്രതി കൂടുതൽ തെളിഞ്ഞു വരികയാണ്. ഈ മാസം 30-ന് കാലവർഷം എത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പാണ് ഇപ്പോഴുള്ള ഏക പ്രതീക്ഷ. മുൻവർഷത്തെ പോലെ കാലവർഷവും ശക്തി പ്രാപിക്കാതിരുന്നാൽ തെന്മല ഡാമിന്റെ അവസ്ഥ ഏറെ ശോചനീയകരമാകും. കഴുതിരട്ടിയിൽ തെന്മല ഡാമുമായി ചേരുന്ന ഭാഗത്ത് വെള്ളം കുറഞ്ഞതോടെ കൂടുതൽ എക്കൽ നിക്ഷേപവും തെളിഞ്ഞു കഴിഞ്ഞു. ബോട്ട് സവാരി നിർത്തിയതും ഡാമിലെ വെള്ളക്കുറവും തെന്മല ഡാമിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നിരാശയാണ് നൽകുന്നത്. ലൈവ് വാർത്ത, തെന്മല. ഇനി ബിസിനസ് വാർത്ത. മാരുതി സുസുക്കിയുടെ പുതിയ ഡിസയർ കാർ പുനലൂർ ഇൻഡെക്സ് മോട്ടോഴ്സ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാലാണ് കാർ പുനലൂരിനായി അവതരിപ്പിച്ചത്. മാരുതി സുസുക്കിയുടെ പ്രമുഖ ഡീലറായ ഇൻഡെക്സ് മോട്ടോഴ്സ് ആണ് പുതിയ ഡിസയർ പുനലൂരിൽ അവതരിപ്പിച്ചത്. പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ശനിയാഴ്ച രാവിലെ ഇൻഡെക്സ് മോട്ടോഴ്സിൽ നടന്ന ചടങ്ങിൽ പുതിയ കാർ പുനലൂരിനായി അവതരിപ്പിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S. ദിലീപ്, വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ് തിലകൻ, കെ. രാജശേഖരൻ, ഇൻഡസ് മോട്ടോഴ്സ് മാനേജർ TJ ലാൽകൃഷ്ണ, സെയിൽസ് ഓഫീസർ രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. LDI, VDI, ZDI, ZDI+ എന്നീ വേരിയന്റുകളിൽ കാർ ലഭ്യമാണ്. പെട്രോൾ, ഡീസൽ എഞ്ചിനുകളിലും കാർ ലഭ്യമാണ്. 7.5 ലക്ഷം രൂപയാണ് അടിസ്ഥാന വില. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. ഇടമണിൽ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി ഷണ്ടിങ്ങിനിടെയായിരുന്നു അപകടം. CPM കിഴക്കൻ മേഖലാ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഇടതുപക്ഷത്തിൽ തന്നെ ആളുകളുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ. വേനൽ മഴ തുണച്ചില്ല, തെന്മല ഡാമിൽ ജലനിരപ്പ് താഴുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.